ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് കനകക്കുന്നിൽ 2025 ഓണ വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. അതിനോടനുബന്ധിച്ച് കനകക്കുന്നിൽ പല വർണ്ണ നിറത്തിലുള്ള ലൈറ്റുകളും വിവിധ പ്രോഗ്രാമുകളും നടന്നു തുടങ്ങി. സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് ഈ വാരാഘോഷം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഇവിടെ വന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പല പല സ്റ്റേജുകളിലും മനോഹരമായ പല പ്രോഗ്രാമുകളും നടക്കുന്നു. നൃത്തം, സംഗീതം, കഥകളി, പല വൈവിധ്യമാർന്ന കലാമേളകളും ഇവിടെ നടക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായം ആയവർ വരെ ഇവിടെ വന്ന് ഈ ഓരോ പ്രോഗ്രാമുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. പല തരത്തിലുള്ള കലാരൂപങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് ഈ വാരാഘോഷം ഇവിടെ നടക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരമായപ്പോൾ മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞ നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൂരെ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും, ആസ്വദിക്കാനും കഴിയും. പല പല സ്റ്റേജുകളിൽ പല പല പ്രോഗ്രാമും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഓണ വാരാഘോഷം 2025 സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 9 വരെയാണ് ഇവിടെ നടന്നു വരുന്നത്.
ഓണം ഒരുക്കുന്നതിൻ്റെ തിരക്കാണെങ്കിൽ പോലും ഇവിടെ ധാരാളമായി ആൾക്കാരെത്തുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് പാലസാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഊഞ്ഞാലുകൾ ധാരാളമായി ഓരോരോ സ്ഥലത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഊഞ്ഞാലാടുകയും വളരെ സന്തോഷം തോന്നുന്നു നമ്മൾ ഈ കനകക്കുന്നിൽ വന്നാൽ. അങ്ങനെ ഞങ്ങൾ കനകക്കുന്നിൽ വന്ന് ഊഞ്ഞാലാടുകയും അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തു. വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്കൂൾ കോളേജൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ ധാരാളം കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഓരോ ദിവസത്തേക്കുള്ള പ്രോഗ്രാമുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടുകയും അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകൾ കാണുകയും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെയെല്ലാം നടന്നു കണ്ടു. വളരെ മനോഹരമായിരിക്കുന്നു. പ്രത്യേകിച്ച് പാസ് എടുക്കേണ്ട കാര്യങ്ങളും ഇല്ല. അങ്ങനെ ഞങ്ങൾ കനകക്കുന്നിൽ വന്നു, ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. ഒരു പാർട്ട് മാത്രമേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇടുന്നുള്ളൂ. അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ്. ദൂരെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വരികയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പല വർണ്ണങ്ങളിലുള്ള പല പോസ്റ്ററുകളിലൊക്കെ ഉള്ള ലൈറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ഞങ്ങൾ കനോക്കുന്നിൽ പോയി ഒരു വീഡിയോ എടുത്ത് അതിന്റെ പകുതി ഫസ്റ്റ് പാർട്ട് മാത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഇവിടെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ റൂമുണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്ത് കയറി കാണാവുന്നതാണ്. ഓക്കെ, പേടിയുള്ളവർക്ക് ഇവിടെ കയറാൻ പാടില്ല. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.